എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. മലയാള ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാവ് എന്ന നിലയിൽ പ്രശസ്തനാണ് ഹരി പോത്തൻ. ചങ്ങനാശ്ശേരി കുളത്തുങ്ങൽ കുടുംബത്തിൽ ജനിച്ചു. നടനും സംവിധായകനുമായിരുന്ന പ്രതാപ് പോത്തൻ സഹോദരനാണ്. തിരുവനന്തപുരത്ത് കുളത്തിങ്കൽ ഫാമിലിയിൽ ജനിച്ച ഹരി പോത്തൻ സുപ്രിയ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധ നേടിയിരുന്നു. പിതാവിൻ്റെ മോട്ടോർ കമ്പനിയിലായിരുന്നു ആദ്യം. കുളത്തുങ്ങൽ മോട്ടോർ കമ്പനി മാനേജരായി. പിന്നീട് ചലച്ചിത്ര നിർമ്മാണം ആരംഭിച്ചു. അശ്വമേധമാണ് ആദ്യ ചിത്രം. 14 ചിത്രങ്ങൾ നിർമ്മിച്ചു. 1973 പ്രശസ്ത നടി ജയഭാരതി പത്നിയായി. എങ്കിലും ഒരു വർഷം കൊണ്ട് പിരിഞ്ഞു. സുപ്രിയ ഫിലിംസിൻ്റെ ബാനറിലാണ് ഭാരതൻ്റെയും പത്മരാജൻ്റെയും ഭൂരിഭാഗം ചിത്രങ്ങളും പുറത്തിറങ്ങിയത്. ഹരി പോത്തൻ പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നതും തകർച്ചയിലേക്ക് വഴുതി വീണതും വളരെ വേഗത്തിലാണ്. അദ്ദേഹം ഒരു കാലത്ത് മദ്രാസിൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു. പ്രേം നസീർ, സോമൻ, പത്മരാജൻ, ഭരതൻ തുടങ്ങിയവരുടെയൊക്കെ ഉറ്റ സുഹൃത്ത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദൗർബല്യമുണ്ടായിരുന്നു. ആ ദൗർബല്യമാണ് അദ്ദേഹത്തെ തകർത്തത്. ജയഭാരതി എന്ന നടിയായിരുന്നു അത്. ജയഭാരതിയും ഹരി പോത്തനും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധമായിരുന്നു. ഹരി പോത്തൻ എന്ന ഭാര്യയും കുടുംബവുമുണ്ട് എന്നതാണ് രസകരം. ഇരുവരും ഒരുമിച്ച് താമസിച്ചപ്പോൾ പുറത്തു വന്ന ഗോസിപ്പുകൾക്ക് ഇരുവരും ചെവി കൊടുത്തില്ല. പക്ഷേ പിന്നീട് ജയഭാരതി ഹരി പോത്തനെ ഉപേക്ഷിച്ചു. സത്താറുമായി പ്രണയത്തിലായി. ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. സത്താറിനെ തല്ലാൻ ഹരി പോത്തൻ്റെ ഗുണ്ടകളെത്തിയതും സത്താർ നെഞ്ചും വിരിച്ച് നിന്ന ഗുണ്ടകളെ ഓടിച്ചതുമൊക്കെ അക്കാലത്തെ സിനിമാ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഹരിയും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുന്നത് സത്താർ ജയഭാരതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ്. ഈ ബന്ധം ഹരി പോത്തനെ എതിർത്തു. ഹരി പോത്തൻ പിന്നീട് വലിയ തകർച്ചയിലേക്ക് പോയി. പല സിനിമകളും പരാജയപ്പെട്ടു. ബിസിനസ്സുകൾ തകർന്നു. ഒടുവിൽ ഒന്നുമില്ലാതെ മരിച്ചു. ജയഭാരതിയുമായും ഹരി പോത്തനുമായും തനിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ശ്രീകുമാരൻ തമ്പിയും പറയുന്നു. കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഒരു സംഭവകഥ ഓർത്തെടുത്തത്. ഹരി പോത്തൻ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നു. ചന്ദ്രകാന്തം എന്ന ആദ്യ സിനിമയിൽ ആദ്യ ദിവസം തന്നെ ജയഭാരതിയുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം തനിക്ക് പാവാട ചേരുന്നില്ല, വേറെ പാവാട വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കല്ല പാവാട, രജനി എന്ന കഥാപാത്രത്തിനാണ്, അത് ഞാൻ തീരുമാനിക്കും. സൗകര്യമുണ്ടെങ്കിൽ ഉടുത്തിട്ട് വാ, അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞു. ആദ്യ ദിവസത്തെ ആദ്യ ഷോട്ടാണ്. അങ്ങനെയൊന്നും സിനിമയിൽ പറയാൻ പാടില്ല. പിന്നീട് ഞാനത് പഠിച്ചു. അന്ന് ജയഭാരതിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഹരി പോത്തനാണ്. ഒരുമിച്ചാണ് താമസം. രാത്രി ബഹദൂർ എന്നെ വിളിക്കുന്നു. തമ്പി, നിങ്ങൾ വൃത്തികേട് കാണിക്കരുത്. ജയഭാരതിയെക്കുറിച്ച് മോശമായി ഞാൻ സംസാരിച്ചെന്ന് ബഹദൂർ പറഞ്ഞു. പെട്ടെന്ന് ഹരി പോത്തൻ്റെ കയ്യിൽ ബഹദൂർ ഫോൺ കൊടുത്തു. നിൻ്റെ കൈ ഞാൻ വെട്ടുമെന്ന് ഹരി പോത്തൻ. അന്ന് എനിക്ക് 33 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി എഴുതിയിരിക്കുന്നു. നിൻ്റെ കൈ ഞാൻ വെട്ടുമെന്ന് ഹരി പോത്തൻ. ധൈര്യമുണ്ടെങ്കിൽ വന്ന് വെട്ടെന്ന് ഞാൻ. അന്ന് എനിക്ക് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. 100-150 തൊഴിലാളികൾ നമുക്ക് വേണ്ടി മരിക്കും. എന്നാൽ 1977 ഇവർ തമ്മിൽ പിണങ്ങി. ജയഭാരതി ഹരി പോത്തനെ പുറത്താക്കി. ഹരി പോത്തൻ ഭാര്യയുമായി എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നു എന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. 70കളിൽ മലയാള യുവത്വത്തെ വെള്ളിത്തിരയിലൂടെ കീഴടക്കിയ ജയഭാരതി അംഗീകാരങ്ങളും നിരൂപക പ്രശംസയും നേടി സൂപ്പർ താരമായി മാറിയ സുന്ദരി. രതി നിർവേദം എന്ന ചിത്രത്തിലൂടെ മുഖസൗന്ദര്യം കൊണ്ടും ആകാര വെടിവ് കൊണ്ടും അഭിനയ ചാരുത കൊണ്ടും കേരളക്കരയെ കയ്യിലെടുത്ത സൂപ്പർ നായിക. പക്ഷേ ഈ ശോഭ എന്നും കുടുംബജീവിതത്തിലേക്ക് ആവാഹിക്കാൻ അവർക്കായില്ല. ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതി തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന ജയഭാരതി തൻ്റെ തട്ടകം സിനിമയാണെന്ന് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു. ചുവടുവയ്പ് പിഴച്ചതുമില്ല. സഹനടിയായി തുടങ്ങി നായികയായി വളർന്നു. ശബ്ദ നിയന്ത്രണത്തിലും വികാരക്ഷോഭ രംഗങ്ങളിലുമെല്ലാം അസാമാന്യ വൈഭവം ജയഭാരതി കാട്ടി. ശശികുമാറിൻ്റെ പെൺമക്കളിലൂടെ 1967 അഭിനയം തുടങ്ങിയ ജയഭാരതിയുടെ ചിത്രം മാറ്റി എഴുതിയത് ഒറ്റ സിനിമയാണ്. പത്മരാജൻ്റെ തിരക്കഥയിൽ ഭരതൻ ഒരുക്കിയ രതി നിർവേദം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. പത്മരാജൻ്റെ രതിച്ചേച്ചിയെ അഭിനയ പൂർണ്ണതയിലെത്തിച്ച ജയഭാരതിയുടെ വിവാഹ ജീവിതം ഹരി പോത്തനുമായി തുടങ്ങുന്നതും അവിടെ നിന്നാണ്. ഈ ബന്ധം തകരുന്നിടത്ത് സത്താർ എന്ന നടൻ കടന്നു വന്നു. ജയഭാരതിയെ സത്താർ വിവാഹം കഴിച്ചു. താരറാണി പദവിയിൽ ജയഭാരതി മിന്നിത്തിളങ്ങുമ്പോഴായിരുന്നു. നടൻ എന്നതിലുപരി സത്താറിന് യാതൊരു ഗ്ലാമറുമില്ലാതിരുന്ന കാലം. ഹരി പോത്തനുമായുള്ള ബന്ധം വേർപെടുത്തിയായിരുന്നു ജയഭാരതിയുടെ രണ്ടാം വിവാഹം. അതിലൊരു മകനുമുണ്ടായി. ഇതോടെ അഭിനയ രംഗത്ത് നിന്ന് വിട്ട് ജയഭാരതി കുടുംബിനിയായി. മകനെ നോക്കി വളർത്തി. എന്നാൽ സത്താറുമായുള്ള ബന്ധം മുന്നോട്ട് പോയില്ല. മലയാളിയെ ത്രസിപ്പിച്ച നടിയുടെ രണ്ടാം വിവാഹവും പരാജയമായി. പിന്നീട് മകന് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ അവർ പിന്നെയും സിനിമയിൽ അഭിനയിച്ചു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടിവി സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.